എടോ ആരതി ഇങ്ങോട്ട് നോക്കി, എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ്? കൊള്ളാവൂ? എല്ലാവരും പറഞ്ഞു അടിപൊളിയാന്ന് കേട്ടോ. എനിക്ക് നല്ല ചേരുന്നുണ്ടല്ലേ. നീ ഇത് പുതിയതാണെന്ന് പറഞ്ഞത് നന്നായി കേട്ടോ. ഞാൻ ചോദിക്കാനിരിക്കുന്നു എവിടുന്ന ഈ പഴഞ്ചൻ ലുക്ക്, ഓൾഡ് മോഡലടാ ഇട്ടോണ്ട് വന്നേന്ന്. ഇത് പുതിയതാണോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതായിരിക്കും അല്ലേ? അതെ. എനിക്ക് തോന്നി ഓഫർ ഉണ്ടായിരുന്നായിരിക്കും. ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുന്ന പക്ക ലോക്കൽ സാധനങ്ങളാട്ടോ. നീ ഈ ഡ്രസ്സ് കണ്ടില്ലേ? ഞാനിത് 2 വർഷം മുന്നേ വെസ്റ്റേഡിൽ നിന്ന് മേടിച്ചതാ. ഇപ്പോഴാ പുതിയ ലുക്ക് ഫീൽ ചെയ്യണില്ലേ? ഞാൻ ബ്രാൻഡഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ താൻ ഓക്കെ ആണ്, കാരണം തനിക്ക് ലോക്കൽ സാധനങ്ങളാണല്ലോ താൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പന കൊള്ളാം, അത്രേ ഉള്ളൂ. എടോ അടുത്ത 2 ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവത്തില്ല. ഞങ്ങൾ ഫാമിലിയായിട്ട് ഗോവയിൽ പോവാ. പപ്പയുടെ വൻ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. താൻ ഇപ്പോഴാണോ ഗോവയിലൊക്കെ പോകുന്നേ? അവിടെയൊക്കെ എന്താ കാണാനുള്ളത്? കുറേ ബീച്ചും അങ്ങനെയൊക്കെ. ഞാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെറുത്ത സ്ഥലം ഈ ഗോവ. എനിക്ക് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ദേഷ്യം, കാരണം പോയി മടുത്തതാടാ. എത്ര പ്രാവശ്യം പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്, ബാങ്കോക്ക് അങ്ങനെയൊക്കെ. ഒരു 4-5 ദിവസത്തെ ട്രിപ്പായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ പോകാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഫാമിലി മൊത്തം. എടോ ഞങ്ങളെല്ലാവരും കൂടെ ബിരിയാണി കഴിക്കാൻ പോകാൻ വരുന്നുണ്ടോ? നിങ്ങൾക്കൊക്കെ എപ്പോഴും ഈ ബിരിയാണി മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഒന്നാമത് ഈ ബിരിയാണി ഇപ്പോൾ ഇഷ്ടമില്ല. പിന്നെ അതുമല്ല താഴത്തെ ചേട്ടൻ്റെ കടയിൽ പോയി കഴിക്കാനല്ലേ, വേണ്ട. ലോക്കൽ കടകളിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചാൽ വയറിനൊന്നും പിടിക്കത്തില്ല. നമുക്ക് പാരഗണിൽ പോയി ബിരിയാണി കഴിച്ചാലോ? അവിടുത്തെ ബിരിയാണി മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് MRI പോവാം. എടോ അറിഞ്ഞായിരുന്നോ, നമ്മുടെ ലക്ഷ്മിക്ക് ഒട്ടും വയ്യ, നല്ല പനിയുണ്ട്. വയ്യാഞ്ഞിട്ടും അവൾ ഇവിടെ വന്നിരിക്കുന്നത്. അതൊക്കെ ഒരു ചെറിയ പനിയല്ലേ. എനിക്കാണെങ്കിൽ 2 ദിവസം മുന്നേ ഒരു ത്രോട്ട് പെയിൻ വന്നിട്ട് എനിക്കാണെങ്കിൽ സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ട്രിപ്പ് എടുത്ത് ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോഴൊക്കെയാണ് തൊണ്ടവേന മാറിയത് എന്നും പറഞ്ഞ് ഞാനിവിടെ വന്നത് പറയാനോ ഷോ കാണിക്കാനോ നിന്നില്ല കേട്ടോ. അസുഖങ്ങളാകുമ്പോൾ വരും പോവും. എനിക്ക് വന്ന പോലത്തെ തൊണ്ടവേനയൊക്കെ ആണെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ച് വൈറൽ ഫീവർ അങ്ങനെ എന്തെങ്കിലും വരാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അല്ല, ദൈവം സഹായിച്ച് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ തന്നെ ഇഞ്ചക്ഷനൊക്കെ എടുത്തതുകൊണ്ട് അതങ്ങ് മാറിക്കിട്ടി. എടാ ഈവനിങ് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു സിനിമയ്ക്ക് പോയാലോ? ഞാനില്ലടാ സിനിമയ്ക്ക്, നിങ്ങൾ പൊക്കോ. കാരണം എനിക്കിപ്പം തിയേറ്ററിൽ വന്ന് സിനിമ കാണാനുള്ള ഒരു ഇഷ്ടമൊന്നുമില്ല. കാര്യം വീട്ടിൽ തന്നെ തിയേറ്റർ ഉണ്ടല്ലോ. അപ്പം ഞാൻ കൂടുതലും വീട്ടിലിരുന്ന് സീരീസൊക്കെ ഇപ്പം കൂടുതലും കാണുന്നത്. സിനിമയോടുള്ള ആ ടേസ്റ്റൊന്നും എനിക്കിപ്പം സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമകളൊന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല. ഞാൻ കൂടുതൽ സീരീസാണ് കാണുന്നത്. ക്രൈം ത്രില്ലർ ആയിട്ടുള്ള സസ്പെൻസ്ഡ് ആയിട്ടുള്ള സീരീസുകളില്ലേ, അതാണ് എനിക്കിഷ്ടം. അതും വീട്ടിലെ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നിങ്ങൾ പോയിട്ടോ. നിങ്ങളിൽ ആരെങ്കിലും ഒരു ലിപ്സ്റ്റിക് തരാനുണ്ടോ? എൻ്റെ ലിപ്സ്റ്റിക് ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇതാ. താങ്ക് യു. നിങ്ങളിപ്പോഴും ഈ ലിപ്സ്റ്റിക്കാണോ യൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ലോക്കൽ ലിപ്സ്റ്റിക്കുകൾ? എനിക്കിത് വേണ്ടടാ. ഞാനിപ്പം മാക്ക് അങ്ങനെയൊക്കെയുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇതൊക്കെ ഉപയോഗിച്ച് എൻ്റെ ചുണ്ടൊക്കെ പൊട്ടിപ്പോവും. സോറിടാ, എനിക്ക് വേണ്ടടാ. വേറൊന്നും വിചാരിക്കരുതേ.